അതെ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ആ മസാലയുടെയും കറിവേപ്പിലയുടെയും മണം, ബീഫ് വെന്ത് വരുമ്പോഴുള്ള കൊതിപ്പിക്കുന്ന മണം വീണ്ടും വീണ്ടും നമുക്ക് വേണമെന്ന് തോന്നും. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5-8 ചെറിയ ഉള്ളി, 2 കുടം വെളുത്തുള്ളി, 4-5 നീളമുള്ള ഇഞ്ചി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 കിലോ ബീഫാണ്. അത് ചെറുതായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന സവോളയെല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി ക്രഷ് ചെയ്ത് വയ്ക്കാം. ചെറുള്ളി ഓരോന്നും 3-4 കട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇഞ്ചിയും നീളത്തിൽ ചെറുതായി അരിഞ്ഞ് വയ്ക്കാം. കറിവേപ്പില കൂടി റെഡിയാക്കി വെക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ബീഫിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 5 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇവ എല്ലാം കൂടെ ചേർത്ത് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്നതും മസാലയും ഉപ്പും കൂടി ചേർത്ത് നന്നായി തിരുമിയെടുക്കുക. അതിനുശേഷം ഇറച്ചി കഷ്ണങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് നന്നായി തിരുമി യോജിപ്പിക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം തുറന്ന് 1 കപ്പ് വെള്ളം ചേർക്കാം. കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് വെച്ച് 5-6 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ബീഫ് വേകാൻ വെച്ചിരിക്കുന്ന നേരത്ത് ഉലർത്താൻ ആവശ്യമായിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം എടുത്തു വെക്കാം. 6 വിസിൽ വന്ന ശേഷം 10 മിനിറ്റ് ആ പ്രഷറിൽ തന്നെ വെച്ച ശേഷം പ്രഷർ റിലീസ് ചെയ്ത് എടുത്തതാണിത്. ബീഫ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഉലർത്തിയെടുക്കാം. ഒരു കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടാം. അതൊന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളർ ആകണം. ഇനി 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പോരായ്മയുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരട്ടെ. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലേവർ ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. പൊറോട്ടയുടെ ഒപ്പം ആയാലും ചോറിനൊപ്പം ആയാലും ഈ കേരള ബീഫ് റോസ്റ്റ് ഒരു രക്ഷയില്ലാത്ത കോംബോയാണ്. ഒന്ന് തയ്യാറാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.